സിദ്ധാന്തം. എന്നാൽ പരിണാമം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. പരിണാമത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു കിടക്കുന്നത് ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ. നമ്മൾ കാലം കഴിയും തോറും മോഡിഫൈ ചെയ്ത് വരും, കുറച്ചുകൂടെ പുരോഗമിച്ച് വരും സ്വഭാവ സവിശേഷതകൾ ഏത് ജീവിയുടെ ആയാലും. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡിഫിക്കേഷൻ, അതായത് ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ മുഴുവൻ ഉണ്ടായത് മുൻപ് ജീവിച്ചിരുന്ന വളരെ ലളിതമായ ഘടനയോട് കൂടിയ ജീവികളായിരുന്നു. അപ്പോൾ മുൻപ് ജീവിച്ചിരുന്ന ലളിതമായ ഘടനയുള്ള ജീവികളിൽ നിന്ന് പരിണമിച്ചാണ് ഇന്ന് കാണുന്ന വളരെ സങ്കീർണമായ ഘടനകളുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ടായത്. അതാണ് ആത്യന്തികമായിട്ടും ഡാർവിൻ പറഞ്ഞു വെച്ചത്. അത് കാര്യകാരണ സഹിതം നിരവധി ഉദാഹരണ സഹിതം അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ പരിണാമ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. സിദ്ധാന്തമല്ല, അതൊരു നിയമം തന്നെയാണ്. അതൊരർത്ഥത്തിൽ പ്രകൃതിയുടെ നിയമം തന്നെയാണ്. നമുക്കറിയാം പരിണാമം എന്ന വാക്കിന്റെ അർത്ഥം മാറ്റമാണ്. അപ്പൊ ഈ മാറ്റം അത് പ്രകൃതി നിയമമാണ്. അതുപോലെ തന്നെ ഒരു നിയമമാണ് പരിണാമം എന്ന് പറയുന്നത്. പരിണാമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനു മുൻപ് അത് എന്തിൻ്റെയോ തുടർച്ചയാണ്, അല്ലെ? ഓരോ ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ എന്ന് പറയുന്നത് അതിനു മുൻപുണ്ടായിരുന്ന ജീവികളിൽ നിന്നാണ്. അവയുണ്ടായത് അതിനു മുൻപ് ജീവിച്ചിരുന്ന ജീവികളിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എവല്യൂഷണറി ബയോളജി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എന്ന് പറയുന്നത് ഈ ജീവികളുടെ ചരിത്രമാണ്. ഈ ജീവജാലങ്ങളുടെ എല്ലാം ചരിത്രമാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് ഇസ് എ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ്. ഇന്ന് കാണുന്ന ജീവജാലങ്ങളുടെ ചരിത്രമാണ് പരിണാമത്തിലൂടെ നമ്മൾ ട്രേസ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ജീവജാലങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ജീവൻ എങ്ങനെ ഉണ്ടായി, ജീവന്റെ ഉൽപ്പത്തി, ജീവൻ എങ്ങനെയാണ്, ജീവൻ ഉണ്ടായിട്ടല്ലേ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യം നമുക്കറിയാം. എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് വളരെ ലളിത ഘടനയോടുകൂടി അവസാനം ചെന്നെത്തുന്നത് ഇന്ന് നമുക്കറിയാം. അത് ഏകകോശ ജീവികളാണ്, അത് കടലിലാണ് ഉണ്ടായത്. ഇതൊക്കെ ഇന്ന് കുറച്ച് നമുക്കറിയാം. അത് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് പലരും തെളിവുകൾ കണ്ടെത്തി സ്ഥാപിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഏകകോശ ജീവികളായിരുന്നു, അത് സമുദ്രത്തിലാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ രണ്ടാമതാണ് ടെർഷ്യറി, അത് ടെറസ്ട്രിയൽ ആയിട്ട് മാറിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വളരെ ഭംഗിയായിട്ട് ചിന്തിക്കാനും പറയാനും സാധിക്കുന്നത് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് വളരെ കാലം ആളുകള് തെളിവുകളൊക്കെ സ്വാംശീകരിച്ച് സ്ഥാപിച്ച സത്യങ്ങളാണ്. അപ്പൊ ഒറിജിൻ ഓഫ് ലൈഫ്, അപ്പൊ ലൈഫ് എന്ന് പറയുമ്പോൾ ആ ലൈഫ് എവിടെയാണ് ഉണ്ടായത്? അപ്പൊ നമ്മൾ നമ്മുടെ ജന്മഗൃഹമായ ഭൂമിയെ കുറിച്ച് ചിന്തിക്കും. ഭൂമി എങ്ങനെ ഉണ്ടായി? ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് വരുമ്പോ ഈ പ്രപഞ്ചം, അല്ലെ? അപ്പോൾ നമ്മൾ യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അത് ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ള കഥകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ കഥയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ചരിത്രം. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി 1 ബില്യൺ എന്ന് പറയുമ്പോൾ 100 കോടിയാണ്. അപ്പം 200 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതെങ്ങനെ ഉണ്ടായി എന്നും നമുക്കെല്ലാം അറിയാം, അല്ലെ? നമുക്ക് ആ ടേം, ആ പദപ്രയോഗം വളരെ കൃത്യമായിട്ട് അറിയാം. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഡസ്റ്റും അതുപോലുള്ള ഗ്യാസും നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിൽ അതിലൊരു വലിയ വിസ്ഫോടനം സംഭവിച്ചു. അതാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബിഗ് ബാങ്ങിനെ തുടർന്ന് ഇതെല്ലാം ചിതറിത്തെറിച്ച് വലിയ ഒരു എനർജി അവിടെ എല്ലാം വെന്തുരുകി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി, നമ്മുടെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സിക്ക് എന്താ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത്? മിൽക്കി വേ. അപ്പോൾ അങ്ങനെയുള്ള മിൽക്കി വേ പോലുള്ള
നിരവധി ഗാലക്സീസ് ചേർന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള സത്യങ്ങളിലേക്ക് ഗാലക്സിയുടെ ഒരു ചിത്രം കൊടുത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. മിൽക്കി വേ നമ്മുടെ ഗാലക്സി, മിൽക്കി വേയിലെ നിരവധി സോളാർ സിസ്റ്റം പോലെയുള്ള നിരവധി സിസ്റ്റംസ് നമ്മുടെ ഗാലക്സിയിലുണ്ട്, മിൽക്കി വേയിലുണ്ട്. ഈ സോളാർ സിസ്റ്റത്തിലെ അപ്പൊ ഈ യൂണിവേഴ്സുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ഒത്തിരി കുഞ്ഞനാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ബിഗ് ബാങ്ങിന് ശേഷം യൂണിവേഴ്സ് വികസിക്കാൻ തുടങ്ങി. അതിന്റെ താപം 10,000-കണക്കിന് ഡിഗ്രിയിൽ നിന്ന് താഴേക്ക് വന്നു. ഗ്യാസുകൾ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട്, ഗുരുത്വാകർഷണം മൂലം. അങ്ങനെ നമ്മുടെ ഭൂമി ഉണ്ടായത് ഏതാണ്ട് 4.5 ബില്യൺ വർഷം പിന്നിലാണ്. എന്ന് പറയുമ്പോൾ 4.5 വർഷം എന്ന് പറയുമ്പോൾ ഒരു ബില്യൺ എന്ന് പറയുന്നത് 100 കോടി വർഷങ്ങളാണ്. 450 കോടി വർഷം ആണ് നമ്മുടെ ഭൂമിയുടെ പ്രായം പറയുന്നത്. അപ്പൊ അവിടെ അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ അന്തരീക്ഷമില്ലായിരുന്നു. പെതുക്കെ ഇത് തണുത്ത് വന്നപ്പോ നീരാവിയും മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, അങ്ങനെ അതെല്ലാം ഉരുകിയ ഈ മാസിൽ നിന്ന്, ഭൂമിയുടെ പുറത്തുണ്ടായിരുന്ന മോൾട്ടൺ മാസിൽ നിന്ന് പെതുക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ അന്തരീക്ഷം ഉണ്ടായി തുടങ്ങി. അപ്പൊ അങ്ങനെ അതിൽ ഓക്സിജൻ അമോണിയമായിട്ട് മീഥേനായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഓസോൺ ലെയർ ഒക്കെ ഉണ്ടായി. അങ്ങനെ നീരാവി ഘനീഭവിച്ച് ദീർഘകാലം മഴയുണ്ടായി. മഴയുണ്ടായാൽ അത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീണ്ടും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ചൂടായിരുന്നില്ല അന്ന് ഭൂമിക്കുണ്ടായിരുന്നത്. അപ്പം നീരാവി ഇത് കണ്ടൻസ് ചെയ്ത് ഘനീഭവിച്ച് മഴയായിട്ട് വന്നാലും അത് ഭൂമിയിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്ത് വീണ്ടും നീരാവിയായിട്ട് മാറുന്നു. ഇത് ഇങ്ങനെ റൊട്ടേഷൻ സൈക്ലിക്കായിട്ട് നിരവധി വർഷങ്ങൾ നടന്ന് പെതുക്കെ ഭൂമിയുടെ താപം കുറഞ്ഞു വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പതുക്കെ ഭൂമിക്ക് ഈ വെള്ളത്തെ സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളത്തെ താങ്ങി നിർത്താൻ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തി. അപ്പൊ ഭൂമിക്ക് വെള്ളമായിട്ട് ഭൂമിയിൽ തങ്ങാനുള്ള അത്രമാത്രം ചൂട് കുറഞ്ഞു വന്നപ്പോ ഗർത്തങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അവ എന്തായിട്ട് മാറി? സമുദ്രങ്ങളായിട്ട് മാറി. അപ്പൊ ഈ സമുദ്രങ്ങളിലാണ് ജീവന്റെ ഉൽപ്പത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ റഷ്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ, ഒപ്പാനിൻ എന്ന് പറയുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനും ഹാൽഡേൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായ ശാസ്ത്രജ്ഞനും നടത്തിയ പരീക്ഷണങ്ങളിലൂടെ അവര് അജീവീയമായ, അതായത് ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവികളുടെ ശരീരത്തിൽ കാണുന്ന മോളിക്യൂൾസിനെയാണ് ഓർഗാനിക്, അതായത് കാർബൺ സംയുക്തങ്ങളാണ്. അപ്പൊ ഈ കാർബൺ സംയുക്തങ്ങൾ ഉണ്ടായി. ആ കാർബൺ സംയുക്തങ്ങളിൽ നിന്നാണ് ആദ്യമായി ജീവൻ ഉണ്ടായത്. ഏകകോശ ജീവി, ബ്ലൂ ഗ്രീൻ ആൽഗ പോലെ ജീവി ഉണ്ടായത് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ്. ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അത് ജീവികളിൽ കാണുന്നതാണ്, കാർബൺ സംയുക്തങ്ങളാണ്. അപ്പൊ അവിടെ ഈ കാർബൺ സംയുക്തങ്ങൾ എങ്ങനെ ഉണ്ടായി? അപ്പൊ അതായി ചിന്ത. അപ്പൊ ഇങ്ങനൊരു നിഗമനത്തില് ഒപ്പാനിനും ഹാൽഡേനും എത്തിക്കഴിഞ്ഞപ്പോ പിന്നീട് നിരവധി ശാസ്ത്രജ്ഞന്മാര് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് അവിടെ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായത്, അതായത് ജൈവ സംയുക്തങ്ങൾ. ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഗാനിസംസിൽ നിന്ന് ഉള്ള സംയുക്തങ്ങളാണ്. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ ജീവികളുമായി ബന്ധപ്പെട്ടതാണ്, ജീവികളിൽ ഉള്ളതാണ് കാർബൺ സംയുക്തങ്ങൾ. അപ്പൊ അവയിൽ നിന്നാണ്
ജീവൻ ഉണ്ടായത്. അപ്പോൾ ജീവൻ ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഈ ഓർഗാനിക് സംയുക്തങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള പഠനം വിജയകരമായി നടത്തിയത് മറ്റു 2 ശാസ്ത്രജ്ഞരാണ്. മില്ലർ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനും യൂറി ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ് ഇത് പറയുന്നത്. അവര് അന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടായിരുന്ന ഭൗമോപരിതലത്തിൽ ഉണ്ടായിരുന്ന ആദ്യം അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു നമുക്കറിയാം. അതിനുശേഷം പതുക്കെ കണ്ടൻസേഷൻ ഘനീഭവിച്ച് അതിൽ നിന്ന് ഗുരുത്വാകർഷണം മൂലം പല ഗ്യാസസും അന്തരീക്ഷമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. അപ്പൊ ആ അന്തരീക്ഷത്തിൽ അന്നുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന മൂലകങ്ങൾ, സംയുക്തങ്ങൾ എല്ലാം ചേർത്ത് അന്നുണ്ടായിരുന്ന ടെമ്പറേച്ചർ, മിന്നൽ പോലുള്ള വലിയ എനർജി ഔട്ട്ബ്രേക്സ് എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരൊരു പരീക്ഷണം നടത്തി. ആ എക്സ്പെരിമെന്റിനാണ് യൂറി മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവരവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അവിടെ ഓർഗാനിക് മോളിക്യൂൾസ്, ഈ കാർബൺ സംയുക്തങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് യൂറി മില്ലർ എക്സ്പെരിമെന്റിലൂടെ നടത്തിയത്. അപ്പൊ അവർക്ക് ശരിക്കും അതിൽ ഓർഗാനിക് അമിനോ ആസിഡുകൾ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, മാംസ്യം. ഈ മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ, അമിനോ അമ്ലങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള അമിനോ അമ്ലങ്ങൾ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വഴി അവരിതിനകത്ത് ആഡ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ജലം, മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ബൾബിനകത്തിട്ടിട്ട് അതിന് ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തു, ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാക്കി, അതുപോലെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ അന്നത്തെ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തപ്പോ എന്ത് കിട്ടി? അമിനോ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അന്ന് ഫ്രീ ഓക്സിജൻ ഇല്ലായിരുന്നു. പിന്നീടാണ് അന്തരീക്ഷത്തിൽ, അതൊരു റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ആദ്യം. അതിലേക്ക് പിന്നീട് ജീവജാലങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഓക്സിജൻ ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയത്. അപ്പൊ ഇന്ന് പുതിയ ജീവികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി അതാണ്. അന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ അവസ്ഥകൾ അല്ല ഇന്നുള്ളത്. അന്ന് പുതുതായി ഒരു ജീവി ഉണ്ടായെങ്കിൽ ഇന്നും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കാരണം അന്നുണ്ടായിരുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് അല്ല നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇന്ന് ഉള്ളത്. അതിലെ ഏറ്റവും പ്രധാന ഘടകമാണ് ഓക്സിജൻ ഇല്ലായിരുന്നു. ഓക്സിജന്റെ അഭാവത്തിലാണ്. അപ്പൊ ഇവര് കൊടുത്ത സാധനങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്: ജലം, മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ. അപ്പൊ അതിനകത്ത് ഓക്സിജൻ ഇല്ല. ഓക്സിജന്റെ അഭാവത്തിലാണ് എന്തുണ്ടായത്? അമിനോ അമ്ലങ്ങൾ ആ കണ്ടീഷനിൽ ഉണ്ടായത്. അപ്പൊ എവല്യൂഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ ജീവന്റെ ഉൽപ്പത്തി, അതുപോലെ ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ എവിടെ നിന്നുണ്ടായി, അവയുടെയൊക്കെ ചരിത്രം എന്താണ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെയൊക്കെ ചിന്തകളെ കൺട്രോൾ ചെയ്തു വെച്ചിരുന്നത് പലപ്പോഴും മതങ്ങളാണ്. മതങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ആ മതങ്ങൾ പറയുന്ന ആ മതമാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. മതം പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രധാനം. അതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ ഇച്ഛാശക്തി ഇല്ലെന്ന് മാത്രമല്ല, അവന് സാധിക്കുമായിരുന്നില്ല. ഗലീലിയോയുടെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തില് സ്പെഷ്യൽ ക്രിയേഷൻ, 3-4 തിയറീസ് അതിൻ്റെ തന്നെ ഉണ്ട്. സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറഞ്ഞാല് ഇതെല്ലാം ഉണ്ടായത് ഇപ്പൊ കാണുന്ന പോലെയാണ്. ഇവയെല്ലാം ഓരോ ജീവജാലങ്ങളും ദൈവം സൃഷ്ടിച്ച ചരിത്രം. സോറസ് എന്ന് പറയുന്ന ഒരു 16-ാം നൂറ്റാണ്ടില് ഒരു ഫാദറാണ് ഇതെല്ലാം ബിബ്ലിക്കലായിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. 1-ാം ദിവസത്തെ, 2-ാം ദിവസത്തെ, അങ്ങനെ അതാണ് സ്പെഷ്യൽ ക്രിയേഷൻ. ഓരോ ദിവസവും എന്തൊക്കെ ക്രിയേറ്റ് എടുത്ത കാര്യം, അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ബിബ്ലിക്കൽ സ്റ്റോറീസ്, റിലീജിയസ് ആയിട്ട്.
അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ ഒരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു പ്രത്യേകിച്ചും ബ്രിട്ടന്റെ വിക്ടോറിയൻ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു മാറ്റവുമില്ല, എങ്ങനെ ഉണ്ടായി അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പൊ മനുഷ്യോൽപത്തി നമുക്കറിയാം, മനുഷ്യൻ 4 കാലിൽ നടന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മനുഷ്യ പരിണാമത്തിന്റെ ഒരു ചിത്രമാണിത്. അപ്പൊ ഡാർവിൻ എന്ന് പറയുന്ന ഡാർവിന്റെ ജീവിത കാലഘട്ടം 19-ാം നൂറ്റാണ്ട്, അതായത് 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ്. ആധുനിക ലോകത്തിന് അടിത്തറയിട്ട ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരിൽ ഒരാളായി അദ്ദേഹം ജീവിതകാലത്ത് തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു. വലിയ കോൺട്രവേഴ്സ്യൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അന്നും ഇന്നും അമേരിക്കയിലെ പല സ്കൂളുകളിലും ടെന്നസി ആ പ്രോവിൻസിലെ പല അമേരിക്കൻ സ്റ്റേറ്റുകളിലും ഇപ്പോഴും പരിണാമ സിദ്ധാന്തം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എഴുതിയതെല്ലാം വിക്ടോറിയൻ സമൂഹത്തിന് അതുവരെ നിലനിന്നിരുന്ന വിശ്വാസ പ്രമാണങ്ങളെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു. അത് മതപരവും സാമൂഹികവുമായ ചിന്താധാരകളിൽ അടിസ്ഥാനപരമായ പരിവർത്തനങ്ങൾക്ക് കാരണമായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം 1859 അതൊരു കാലത്തെ അതിജീവിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് ഡാർവിന്റെ അച്ഛൻ അദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി ഓക്സ്ഫോർഡിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ അവിടെ എത്തിയപ്പോ 16 വയസ്സുള്ള ഡാർവിൻ അപ്പൊ അവിടേക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള അഭിരുചി പരീക്ഷിക്കാനായിട്ട് ഒരു സാവകാശം കൊടുക്കും. അപ്പൊ അങ്ങനെ ഡാർവിൻ അവിടെ 1 വർഷം മറ്റൊരു കോഴ്സ് എടുത്ത് നിൽക്കുന്ന സമയത്ത് അനസ്തേഷ്യയൊക്കെ കണ്ടെത്തുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ്. 2 സർജറി കണ്ടതോടുകൂടി ഡാർവിന് മതിയായി. അപ്പൊ ഇനി ഈ ഫീൽഡിലേക്ക് ഞാനില്ല. അപ്പൊ വളരെ ഒരു സാധു പ്രകൃതിയായിരുന്നു ഡാർവിൻ. അന്ന് ഇദ്ദേഹത്തെ പുരോഹിതനാക്കാം എന്ന് വെച്ച് പൗരോഹിത്യത്തിന്റെ കോഴ്സുകളിലേക്കാണ് പിന്നെ വിട്ടത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജിയോളജിയിലും അതുപോലെ നാച്ചുറൽ ഹിസ്റ്ററിയിലും ഡാർവിന് വലിയ താല്പര്യം ജനിക്കുകയും അതിനിടയിലാണ് ഒരു വലിയ അവസരം ഡാർവിന്റെ മുന്നിലേക്ക് വന്നത്. ബീഗിൾ എന്ന് പറയുന്ന, അന്ന് ബ്രിട്ടീഷുകാര് ഓരോ സ്ഥലത്തുമുള്ള റിസോഴ്സസ് ഇന്ത്യയിൽ വന്ന് നമ്മുടെ എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ. അപ്പൊ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള പര്യവേഷണം നടത്താനായിട്ട് കപ്പലുകൾ പോകും. അങ്ങനെയുള്ള ഒരു കപ്പലില് ഒരു നാച്ചുറലിസ്റ്റിന് വേണം, പ്രകൃതി പഠനം നടത്താനായിട്ട് ഒരാളിന് വേണം. അപ്പം ഡാർവിന്റെ അധ്യാപകരാണ് ഡാർവിനെ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ 5 വർഷം ബീഗിൾ എന്ന് പറയുന്ന കപ്പലില് ഒരുപാട് രാജ്യങ്ങളും സ്ഥലങ്ങളും ദ്വീപുകളും സന്ദർശിച്ചു. അവിടുന്നൊക്കെ ജീവികളെ കളക്ട് ചെയ്തു, പഠനങ്ങൾ നടത്തി. ആ കപ്പലിൽ ഡാർവിൻ ഒരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പഠനം നടത്തുകയായിരുന്നു ഡാർവിൻ ആ 5 വർഷം. അപ്പൊ ബീഗിൾ യാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തെക്കേ അമേരിക്കയിലെ യാത്രക്കിടയിൽ കണ്ട പല ജീവികളുടെ വിന്യാസം, അവ ഇപ്പോൾ ജീവിക്കുന്ന ജീവികളും അവരുടെ വൻകരയിലുള്ള ജീവികളുമായിട്ടുള്ള വ്യത്യാസം, അപ്പൊ അങ്ങനെ അവരുടെ വംശോൽപത്തിയിലേക്ക് ഡാർവിൻ ആകൃഷ്ടനാകുകയും അതിൽ പഠനം നടത്തുകയും ചെയ്തു. ഗാലപാഗോസ് ഐലൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഡാർവിൻ സ്പിഞ്ചസ് എന്ന് പറഞ്ഞ് അവിടെ വിവിധ ദ്വീപുകളിൽ ഉള്ള പക്ഷികളിൽ നടത്തിയ അത് അവരുടെ ഒബ്സർവേഷനാണ് ശരിക്കും ഡാർവിനെ പരിണാമ സിദ്ധാന്തം എന്നൊരു ആശയത്തിലേക്ക് എത്തിക്കുന്നത്. ഓർക്കണം, 1835 അദ്ദേഹം തിരികെ വന്നു. 1844 മുതൽ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, ഒരുപാട് പബ്ലിഷ് ചെയ്തു, ഒരുപാട് പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തു.
പക്ഷെ അതിനൊക്കെ ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹത്തെ ക്യാച്ച് ചെയ്ത, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയം ഈ പരിണാമം എന്ന് പരിണാമ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ മനസ്സിലെത്തി. പക്ഷേ 1842 എഴുതാൻ തുടങ്ങി. 1844 ആ നോട്ട് വിപുലപ്പെടുത്തി 230 പേജുള്ള ഒരു പുസ്തകത്തിന് സമാനമായിട്ട് അദ്ദേഹം എഴുതി വെച്ചു. അപ്പൊ ഈ കാലദൈർഘ്യം നമ്മൾ ശ്രദ്ധിക്കണം. 835 ബീഗൽ യാത്രയിൽ കിട്ടിയ ഐഡിയാസ് അദ്ദേഹം പുസ്തക രൂപത്തിലാക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ വളരെ വിപുലമായിട്ട് നടത്തി. 844 അത് എഴുതി വെച്ചു. പക്ഷേ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നില്ല. പിന്നെ അത് പ്രസിദ്ധീകരിച്ചത് എന്താണ്? 44 എഴുതിയ കാര്യം 59 പ്രസിദ്ധീകരിക്കുന്നത്. അതിനകത്തൊരു ദുരൂഹത നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഡാർവിൻ വളരെ സാധു പ്രകൃതിയായ ഒരാളായിരുന്നു. ഒരു ദുർബലനായ മനുഷ്യൻ എന്ന് വേണം പറയാൻ. അപ്പൊ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഡാർവിന്റെ മരണം വരെ ഡാർവിൻ ഒരു രോഗിയായിരുന്നു. ഡാർവിൻ ആകപ്പാട് 2-3 സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. ഈ ബീഗൽ യാത്രയ്ക്ക് ശേഷം ലണ്ടനിലും പിന്നെ തന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. അദ്ദേഹം അഴിച്ചുവിട്ടത് ലോകമെമ്പാടും തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു സിദ്ധാന്തം തുറന്നു വിട്ടിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് ഞാൻ കണ്ടെത്തിയ സിദ്ധാന്തമാണ്, ഇതെന്തുകൊണ്ടാണ് എന്ന് ആരുടെ മുന്നിലും സ്ഥാപിക്കാൻ ഡാർവിൻ വന്നില്ല. കാരണം ഇതിന്റെ തിക്താനുഭവങ്ങളെ കുറിച്ച്, ഇത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഡാർവിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഡാർവിൻ ഇത് പ്രസിദ്ധീകരിക്കാൻ, തന്റെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിച്ചില്ല. ഡാർവിൻ അപ്പോ 15 വർഷം പിന്നെയും കാത്തിരുന്നിട്ടാണ്, ആദ്യം 9 വർഷം പിന്നിട്ടാണ് എഴുതിയത്. പിന്നെ 15 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചു? അതിനൊരു കാരണമുണ്ട്. അപ്പൊ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ഭാര്യ എമ്മയ്ക്ക് ഒരു കത്ത് എഴുതി ഒട്ടിച്ചിട്ട് കൊടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ മാത്രം. ഡാർവിൻ എന്നും ഒരു തരം വയറിനൊക്കെ ഒരു തരം അസുഖമാണ്, എന്നും സുഖമില്ലെന്ന് പറഞ്ഞ് കയറിയിരിക്കുകയാണ്. ഡാർവിൻ എന്നും ട്രീറ്റ്മെന്റ് ഇല്ല. ഈ 40 വർഷം ഡാർവിൻ അങ്ങനെ തന്നെയായിരുന്നു. മരിക്കുന്നവരെ ഡാർവിൻ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഈ കത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്, ഞാൻ മരിക്കുമ്പോ ഒരു എഡിറ്ററെ കണ്ടുപിടിച്ച് എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം. കാരണം ജീവിച്ചിരിക്കുമ്പോ ഇത് പ്രസിദ്ധീകരിക്കാൻ ഡാർവിൻ ഭയപ്പെട്ടിരുന്നു. മതത്തെ ഡാർവിന് ഭയമുണ്ടായിരുന്നു. അപ്പൊ ആ അങ്ങനെ ഇരുന്ന ഡാർവിൻ പിന്നെ എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത് 59-ൽ? അതിനും ഒരു ചരിത്രമുണ്ട്. 59-ലാണ് ഡാർവിൻ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 58-ൽ ഡാർവിൻ ഒരു കത്ത് കിട്ടി. ഒരു ദിവസം രാവിലെ, ഇപ്പൊ ഡാർവിൻ ഈ വീട്ടിലിരിക്കുകയാണ്, ഡാർവിൻ യാത്ര ചെയ്യുന്നതേ ഇല്ല. അപ്പൊ ഈ സമയത്ത് ഡാർവിൻ ലോകം മുഴുവനുള്ള ശാസ്ത്രജ്ഞരുമായിട്ട് സംവദിക്കുന്നുണ്ട് തന്റെ കത്തുകളിലൂടെ. 10,000-കണക്കിന് കത്തുകൾ അദ്ദേഹം എഴുതി അത് സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്, അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഡാർവിന്റെ മകൻ അത് പല വോളിയംസ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം കത്തുകളിലൂടെ ലോകം മുഴുവനുള്ള ശാസ്ത്ര കൗതുകമുള്ള ആളുകളുമായിട്ടും ശാസ്ത്രജ്ഞരുമായിട്ടും അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കത്ത് കിട്ടിയപ്പോൾ ഡാർവിൻ വിചാരിച്ച എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും ഇതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു ജീവിയെ കുറിച്ചുള്ള വിവരം അറിയിച്ചു തരാൻ വേണ്ടി എഴുതിയ കത്തായിരിക്കും എന്നാണ് ഡാർവിൻ കരുതിയത്. പക്ഷെ ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ ശരിക്കും ഡാർവിൻ വിയർത്തുപോയി. ഡാർവിന് കിട്ടിയ കത്ത് പരിണാമത്തെ കുറിച്ചുള്ള ഒരു പ്രബന്ധമായിരുന്നു. ആൽഫ്രഡ് റസൽ വാലസ് എന്ന് പറയുന്ന മറ്റൊരു ഇംഗ്ലീഷുകാരൻ, കുറെ കൂടെ പയ്യനാണ് ഡാർവിനെക്കാട്ടില്. അപ്പൊ അയാൾക്കറിയാം ഡാർവിൻ ഇതിൽ താല്പര്യമുണ്ട്, ഡാർവിൻ ഈ മേഖലയിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അയച്ചു കൊടുത്തതാണ്. അപ്പൊ ഡാർവിൻ ഇത് കണ്ടപ്പോ, ഇത് ഞാൻ എഴുതി വെച്ച സാധനം തന്നെ, വേർഡിങ് പോലും, അതിന്റെ വാക്കുകൾക്ക് പോലും വ്യത്യാസമില്ലാതെ ഈ മനുഷ്യൻ എഴുതി അയച്ചു തന്നു.
അപ്പോഴത്തേന് ഡാർവിൻ വല്ലാതെ വിവശനായി, തളർന്നു. അപ്പൊ ഡാർവിന് വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളുണ്ട്. ലോകപ്രസിദ്ധനായ ലൾ എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റും ഒരു ബൊട്ടാണിസ്റ്റായ റോബർട്ട് ഹുക്കർ. അപ്പൊ ഇവരോട് രണ്ടിനോടും ഡാർവിൻ ഈ വിവരം പറഞ്ഞു. ഞാനിത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, എന്റെ കണ്ടെത്തലുകൾ ഇതാ മറ്റൊരാൾ ഭംഗിയായിട്ട് പ്രബന്ധ രൂപത്തിൽ അയച്ചു തന്നിരിക്കുന്നു. ഇനി ഞാൻ എന്റെ പ്രബന്ധം പ്രസിദ്ധീകരിച്ചാൽ അത് കളവാകില്ലേ? ഞാൻ ഇയാളുടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് പ്രസിദ്ധീകരിച്ചാൽ. അപ്പൊ ഈ സുഹൃത്തുക്കൾക്കറിയാം ഡാർവിൻ ഇത് പുറത്തു വിടാതെ വെച്ചിരിക്കുകയാണെങ്കിലും ഈ ലള്ളെന്ന് പറയുന്ന സുഹൃത്ത് ഡാർവിനോട് പലപ്പോഴും പറയുന്നുണ്ട്, ഇത് വല്ലവരും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് താനിത് പ്രസിദ്ധീകരിക്കണം. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അത് യാഥാർത്ഥ്യമായി. ഇപ്പൊ 1858 ഈ കത്ത് കിട്ടുന്നത്. കത്തയച്ച വാലസ് അപ്പോ ന്യൂഗിനിയ, സെലബ്സ് എന്ന് പറയുന്ന ഒരു ദ്വീപിനും ന്യൂഗിനിയയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശത്ത് മലേറിയ പിടിച്ച് കിടക്കുന്നതിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കൊരു വെളിപാടുണ്ടായി. അദ്ദേഹത്തിന് ഈ പരിണാമത്തെക്കുറിച്ച്, അദ്ദേഹം ഡാർവിനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യമുള്ള ഒരാളായിരുന്നു വാലസ്. വാലസിന് വളരെ ധനികനായ ഒരാളാണ് ഡാർവിനെങ്കിൽ ഈ വാലസ് വളരെ ദരിദ്രനായ ഒരാളായിരുന്നു. 13ാമത്തെ വയസ്സിൽ പഠിത്തം ഉപേക്ഷിക്കേണ്ടി വന്ന ആളായിരുന്നു വാലസ്. പക്ഷെ വാലസിന് പ്രകൃതിയോട് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ വാലസിന്റെ ഉപജീവനം എന്ന് പറയുന്നത് ജീവികളെ ശേഖരിക്കുക, ഈ ജീവികളെ കോളേജുകൾക്കും റിസർച്ച് സെന്ററുകൾക്കും ഒക്കെ വിൽക്കുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കോപ്പി കയ്യിൽ വെച്ചേക്കും. വളരെ കൃത്യമായിട്ട് പുള്ളി പഠിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അതിലൊരു ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു ആൽഫ്രഡ് റസൽ വാലസ്. വാലസിന് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഈ ഫീൽഡിൽ അദ്ദേഹം ഒരു ഉസ്താദായിരുന്നു. അദ്ദേഹം 4 വർഷത്തോളം ആമസോണിൽ പോയി ഒരുപാട് ജീവികളെ കളക്ട് ചെയ്തു. പിന്നെ മലേ ആർക്കിപെലാഗോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ്വീപുകളുടെ ശൃംഖലയാണ്. അപ്പൊ അവിടെയുള്ള മുഴുവൻ ജീവികളെയും കളക്ട് ചെയ്ത് പഠനം നടത്തി അതിന്റെ കുറച്ചൊക്കെ ഓരോരോ ഈ ഓക്സ്ഫോർഡിലേക്കും അതുപോലെ ഓരോ റിസർച്ച് സെന്ററുകളിലേക്ക് അയച്ചു കൊടുക്കും. അതിന്റെ എല്ലാം ഒരു സെറ്റ് കയ്യിൽ വളരെ സൂക്ഷിച്ചു വെക്കാം. അദ്ദേഹം 8 വർഷത്തോളം ഈ മല ആർക്കിപെലാഗോയിലായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്കാണ് ഇദ്ദേഹം ആമസോണിലെ ബട്ടർഫ്ലൈസിൽ നടത്തിയ പഠനത്തിലാണ് അദ്ദേഹം പരിണാമത്തെക്കുറിച്ചൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത്. പക്ഷേ യാദൃശ്യ ഈ 2 വ്യക്തികളും വായിച്ച പുസ്തകങ്ങൾ, മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്, അത് ഇവർ 2 പേരും വായിച്ചിരുന്നു. അതുപോലെ ഇവര് വെസ്റ്റീക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പൊ അങ്ങനെ പല പുസ്തകങ്ങളും തികച്ചും യാദൃശ്ചികമായി ഇവർ 2 പേരും വായിച്ചിരുന്നു. അപ്പൊ ഈ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ജീവികളുടെ പരിണാമം പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പിലൂടെ, അതായിരുന്നു വാലസ് അയച്ച പ്രബന്ധത്തിന്റെ ടൈറ്റിൽ. അപ്പൊ അത് കണ്ടപ്പോഴാണ് നമ്മുടെ ഡാർവിൻ തളർന്നു പോയത്. അപ്പൊ ഈ കൂട്ടുകാരെന്ത് ചെയ്തു? അപ്പൊ അവർക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാം. ഡാർവിനും ഇതിലൊരു അവകാശമുണ്ട്, വാലസിന്റെ അവകാശവും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പൊ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു അത്ഭുതകരമായ ഒരു റിലേഷൻഷിപ്പാണ് ഈ ഡാർവിനും വാലസും തമ്മിലുള്ളത്. ശാസ്ത്രരംഗത്ത് നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരാളുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റൊരാൾ അടിച്ചു മാറ്റിയ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. യാതൊരു നൈതികതയും ഇല്ലാതെ മറ്റുള്ളവരുടെ വർക്കുകൾ അടിച്ചു മാറ്റി സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രവണത ശാസ്ത്രരംഗത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. മരിക്കുന്നത് വരെ അവർ തമ്മിൽ വലിയ ഒരു ആത്മബന്ധമായിരുന്നു. താൻ കണ്ടെത്തിയ സിദ്ധാന്തം താൻ കണ്ടെത്തിയതാണെന്ന് വാലസിന് ഉറപ്പുണ്ടായിട്ടും വാലസാണ് അതിനെ ഡാർവിനിസം എന്ന് പേരിട്ട് വിളിച്ചത്. അവിടെയാണ് വാലസിന്റെ ഹൃദയ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സുഹൃത്തുക്കൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ 2 പേരുടെയും കൂടെ പ്രബന്ധം ഒന്ന് ക്ലബ് ചെയ്തിട്ട് ലണ്ടനിലെ
ലിനേൻ സൊസൈറ്റി, അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണ്. കറോളസ് ലിനേസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള സൊസൈറ്റിയുടെ ആ വർഷത്തെ അവസാന മീറ്റിംഗ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശാസ്ത്രജ്ഞന്റെ മരണം കാരണം നീട്ടിവെച്ചു. അപ്പൊ അതിൽ ഈ സുഹൃത്തുക്കൾ രണ്ടുപേരും, ആ പ്രബന്ധകർത്താക്കൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കുന്നില്ല. പ്രബന്ധകർത്താക്കൾ എന്ന് പറയുന്ന ആരാണ്? വാലസും ഡാർവിനും. ഡാർവിന്റെ 13ാമത്തെ കുഞ്ഞിന്റെയോ അല്ല എത്രാമത്തെ കുഞ്ഞിന്റെയാണോ അത് സ്കാർലറ്റ് ഫീവർ വന്ന് മരിച്ചുപോയി എന്നൊരു കാരണത്താലാണ്, അതിന്റെ ദുഃഖാചരണമായിരുന്നതിലാണ് ഡാർവിൻ വരാതിരുന്നത്. വാലസും വന്നില്ല. അപ്പൊ വിളിച്ചു പറയാനൊന്നും ഫോണില്ല. പോസ്റ്റ് തന്നെ മാസങ്ങൾ കഴിഞ്ഞേ എത്തത്തുള്ളൂ. ആ ദ്വീപിലാണ് വാലസ്. അപ്പൊ ഇതെല്ലാം ഇവർ രണ്ടുപേരും കൂടെ പ്രബന്ധം അവതരിപ്പിച്ചു. അതിനുശേഷം ഒരു കത്തിലൂടെ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വളരെ സന്തോഷമായിട്ട് എല്ലാം നടന്നല്ലോ എന്ന് പറഞ്ഞ് ഇവരോട് സമാധാനമായിട്ട്. അപ്പൊ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ ആമുഖക്കുറിപ്പിൽ ഡാർവിൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഈ പുസ്തകം വളരെ തിടുക്കത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. വാലസ് ഇല്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം വെളിച്ചം കാണാൻ ഇനിയും വർഷങ്ങൾ വേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞാല് തന്റെ മരണശേഷം മാത്രമേ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നുള്ളൂ എന്നാണ് ഡാർവിൻ ഉദ്ദേശിച്ചത്. അപ്പൊ ജീവോൽപത്തിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആധികാരികതയും രക്ഷാകര പദ്ധതിയും പരിണാമ സിദ്ധാന്തത്താൽ അലങ്കോലപ്പെട്ടു എന്നത് മതത്തെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായിരുന്നു. ഒരേ സമയം സാമൂഹികവും രാഷ്ട്രീയവും ദൈവശാസ്ത്രപരവുമായ ഒരു വിഷയമായിരുന്നു ഡാർവിൻ അവതരിപ്പിച്ചത്. അപ്പൊ ആ സമൂഹത്തിലെ, വിക്ടോറിയൻ സമൂഹത്തിലെ മാന്യരായ മധ്യവർത്തി സമൂഹം ഇത് പള്ളിയുടെ ആധികാരികത നഷ്ടപ്പെടുത്തുമെന്നും രാഷ്ട്രത്തിന്റെ വ്യവസ്ഥയെ അപകടത്തിലാക്കുമെന്നും ഭയപ്പെട്ടു. വലിയ ചർച്ചകൾക്കും ബഹളങ്ങൾക്കും അത് വഴിവെച്ചു. അപ്പൊ ഡാർവിൻ ഒരിക്കൽ പോലും ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നില്ല. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിനെതിരെ ഉയർന്ന ഓരോ വെല്ലുവിളിയെയും നേരിടാൻ 3-4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു തോമസ് ഹക്സ്ലി. ഹക്സ്ലി ഒരു കമ്പാരിറ്റീവ് അനാറ്റമിസ്റ്റ് ആയി, ഒരു ബയോളജിസ്റ്റ് തന്നെ. അപ്പൊ അദ്ദേഹം അതില് ഡാർവിന് വേണ്ടി ഡിഫെൻഡ് ചെയ്ത കൂട്ടത്തിൽ പ്രാതസ്മരണീയനാണ് ഹക്സ്ലി. വളരെ സുന്ദരമായ ശൈലിയിൽ എഴുതുമായിരുന്നു അദ്ദേഹം. അപ്പം ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ അദ്ദേഹം അതിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഹക്സ്ലി അതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് വഴി കാട്ടിത്തരുന്ന ഒരു മിന്നൽ പിണർ പോലെയാണ് ആ സിദ്ധാന്തത്തെ എനിക്ക് തോന്നിയത്. ഹക്സ്ലി ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. ഹക്സ്ലിയുടെ ട്രഡീഷൻ, ഹക്സ്ലിയുടെ ഫാമിലി, ഹക്സ്ലിയുടെ പരമ്പര, ചില ഫാമിലി നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ക്രിമിനൽസ്, അതുപോലെ ഹെറിഡിറ്ററി ആയിട്ട് ക്രിമിനൽസ് ഉള്ള ഫാമിലി ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വലിയ ജീനിയസുകളുടെ ഫാമിലി ആയിരുന്നു ഹക്സ്ലിയുടെ ഫാമിലി. അപ്പൊ ആ ഹക്സ്ലി പറഞ്ഞത് വീട്ടിലേക്കുള്ള വഴി കാട്ടിത്തരുന്ന ഒരു മിന്നൽ പിണർ പോലെയാണ് ആ സിദ്ധാന്തം എന്നായിരുന്നു ഹക്സ്ലി പറഞ്ഞത്. ടൈംസ് ന്യൂസ് പേപ്പറിൽ, വെസ്റ്റ്മിനിസ്റ്റർ, അങ്ങനെ നിരവധി മാഗസീൻസിലും ജേർണലുകളിലും അദ്ദേഹം ഗംഭീരമായി ഒറിജിൻ ഓഫ് സ്പീഷീസിനെ കുറിച്ചുള്ള റിവ്യൂ എഴുതി. അപ്പൊ അതില് ആ മാഗസീനിലെ ലേഖനത്തെ ഒരു യുദ്ധകാഹളമായിട്ടാണ് പൊതുജനം ഏറ്റെടുത്തത്. ലിബറലിസത്തിന്റെ ആയുധ നിർമ്മാണശാലയിലെ വ്യത്യസ്തമായ ഒരു പീരങ്കിയായിട്ടാണ് ഒറിജിൻ ഓഫ് സ്പീഷീസിനെ അദ്ദേഹം അവതരിപ്പിച്ചത്. അടിസ്ഥാനരഹിതമായ ദൈവശാസ്ത്രത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ലോകത്തെ അത് മോചിപ്പിക്കും. പൗരോഹിത്യത്തിന്റെ കാപട്യങ്ങളെയും നിഗൂഢ സങ്കല്പങ്ങളെയും ദൂരീകരിക്കും. ഹെർക്കുലീസിനെ ചുറ്റിയ പാമ്പുകളെ പോലെ ഞെരിഞ്ഞു മരിക്കും എന്നായിരുന്നു ഹക്സ്ലി അതിനെക്കുറിച്ച് എഴുതിയത്. 1860 നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രഭാതത്തിൽ ഡാർവിൻ ഒരു കത്ത് വന്നു എന്ന് പറഞ്ഞതുപോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മീറ്റിംഗ് ആണിത്. 1860, അതായത് തൊട്ടടുത്ത വർഷം, ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത വർഷം 1860 ജൂൺ 30
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് അതിന്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മീറ്റിംഗിന്റെ അവസാന രംഗമാണ്. ശാസ്ത്രരംഗത്തെ പുതിയ നേട്ടങ്ങൾ പൊതുജനങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടി പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന വേദിയാണിത്. ഡാർവിനെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിന് വരണം, വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഡാർവിന് വരാൻ പറ്റിയില്ല. അപ്പൊ ഈ രംഗത്തൊന്നും ഇതിന്റെ പിതൃത്വം അവകാശപ്പെടുന്ന രണ്ടുപേരുമില്ല. വാലസുമില്ല, ഡാർവിനുമില്ല. ഡാർവിൻ ബോധപൂർവം വരത്തില്ല. അപ്പോ പതിവ് പോലെ ഡാർവിൻ പങ്കെടുത്തില്ല. അപ്പൊ അന്നത്തെ ബിഷപ്പ്, ഓക്സ്ഫോർഡിലെ അന്നത്തെ ബിഷപ്പ് സാമുവൽ വിൽബർഫോഴ്സ്, അദ്ദേഹം വളരെ നർമ്മചതുരനായ ഒരു ബിഷപ്പായിരുന്നു. അപ്പോ ഡാർവിന്റെ വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് ദൈവശാസ്ത്രത്തിന്റെ ആധികാരികതയോടെ മനുഷ്യരാശിയെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചതാണ് എന്ന് സമർത്ഥിക്കുകയായിരുന്നു സാമുവൽ വിൽബർഫോഴ്സ് ആ സമ്മേളനത്തില്. ആ സമയത്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒറിജിൻ ഓഫ് സ്പീഷീസിനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പ്രബന്ധം എഴുതിക്കൊണ്ടാണ് വന്നത്. അതുപോലെ ഹക്സ്ലി ആണല്ലോ ഇത് ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹക്സ്ലിയോട് അദ്ദേഹം ചോദിച്ചു, ഹക്സ്ലി ഡിഫെൻഡ് ചെയ്യാൻ അവിടെ ഇരിപ്പുണ്ട്. ഹക്സ്ലിയോട് അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ബന്ധുക്കളായി ആൾക്കുരങ്ങുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തെ അധിക്ഷേപിക്കാനായിട്ട്. അപ്പൊ സദസ്യർക്കൊപ്പം ഹക്സ്ലിയും വളരെ വിഷമത്തോടെ അത് കേട്ടിരുന്നു. പക്ഷെ ഹക്സ്ലി അതിന് വളരെ വിശദമായിട്ട് മറുപടി നൽകി. ഡാർവിൻ സിദ്ധാന്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിൽബർഫോഴ്സിന്റെ വാദഗതികളെ അദ്ദേഹം ശരിക്കും സമർത്ഥമായി ഖണ്ഡിച്ചു. ശാസ്ത്രകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ ഒരാൾ വിഡ്ഢിത്തം പുലമ്പുന്നതിനേക്കാൾ ഭേദമാണ് ഒരാൾക്ക് ആൾക്കുരങ്ങ് മുത്തച്ഛനാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ചർച്ച അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ ഒരു ചരിത്രമാണ്. പരിണാമ സിദ്ധാന്തം ലോകം മുഴുവൻ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും, അതായത് ഒരു 165 വർഷമാകുന്നു ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചിട്ട്. അപ്പോൾ ഇവിടെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അലയൊലികൾ, അത് ഉയർത്തിവിട്ട വിവാദം ഇന്നും കെട്ടടങ്ങിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഈ പരിണാമ സിദ്ധാന്തത്തിൽ പറയാൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ജീവജാലങ്ങളും സമയം കഴിയുമ്പോൾ പറയണം, ഓരോ ജീവജാലങ്ങളും ഇന്ന് കാണുന്നവ എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, അതായിരുന്നു പ്രധാന ചിന്താവിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു, മാറ്റങ്ങൾ അത് പ്രകൃതി നിയമമാണ്, പ്രകൃതിയുടെ സിദ്ധാന്തമല്ല, അത് നിയമമാണ്. പരിണാമ സിദ്ധാന്തമല്ല, പരിണാമം ഒരു നിയമമാണ്. അത് നമ്മുടെ മനസ്സിന്നും അംഗീകരിച്ചിട്ടില്ല. കാരണം ഒരു ജീവിതകാലത്ത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പരിണാമം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് തെളിവുകൾ ജീവിതകാലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ കാര്യകാരണങ്ങളിൽ എന്തുകൊണ്ടാണ് ഡാർവിൻ പറയുന്ന പരിണാമം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, പരിണാമം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിണാമത്തിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത് എന്താണ്? പരിണാമം നടക്കാൻ കാരണം പ്രകൃതിയുടെ ഇടപെടലാണ്. പ്രകൃതി ഏത് തരത്തിലാണ് ഇടപെടുന്നത്? പ്രകൃതി ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. നമുക്കൊക്കെ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് അല്ലാതെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പ്രചരണ പരിപാടിയൊന്നുമില്ല. പ്രകൃതി തെരഞ്ഞെടുക്കുന്നത് സത്യസന്ധമായിട്ട് ആ സാഹചര്യത്തിൽ ജീവിക്കാൻ അനുയോജ്യരായ ജീവികളെയാണ് പ്രകൃതി തെരഞ്ഞെടുക്കുന്നത്. അതിനെ പ്രകൃതി നിർദ്ധാരണം, പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ്, അതിനാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ സെലക്ഷൻ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതി തെരഞ്ഞെടുക്കുന്ന എന്തുകൊണ്ടാണ്? പ്രകൃതിക്ക് വലിയ പ്രത്യേക താല്പര്യമുണ്ടോ? ചിലരെ തെരഞ്ഞെടുക്കണം, ചിലരെ തള്ളിക്കളയണം എന്ന് നമ്മളെ മനുഷ്യരെ പോലെ വല്ല താല്പര്യവും പ്രകൃതിക്കുണ്ടോ? ഇല്ല. എപ്പോഴാണ് തെരഞ്ഞെടുക്കേണ്ടി വരുന്നത്? ജീവജാലങ്ങൾ ഇങ്ങനെ പെരുകുകയാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഇവിടെ 10 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേന് അമീബയെ പോലെ പെരുകാൻ തുടങ്ങിയാല്
ഇവിടെ 50 പേർക്ക് ഇരിക്കാം. 550 പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഇല്ലേ? നമുക്ക് സ്പേസ് ഇല്ല, കുടിക്കാൻ ചായയില്ല, ഭക്ഷണമില്ല. അതാണ് ഭൂമിയുടെ ഓരോ ആവാസ വ്യവസ്ഥയുടെയും അവസ്ഥ. അതാണ്. അതിനൊരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, അതിന് ഉൾക്കൊള്ളാവുന്ന പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പെരുകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സമരം തുടങ്ങും, അല്ലേ? അവിടെയാണ് സമരം തുടങ്ങുന്നത്. കാരണം നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ഇവിടെ എല്ലാവരും ആവശ്യക്കാരാണ്. എനിക്ക് ഭക്ഷണം വേണം, എൻ്റെ ഒപ്പമുള്ള എല്ലാവർക്കും വേണം ഭക്ഷണം. പക്ഷെ ഇവിടെ 10 പേർക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെ അടികലശലാകും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അത് തന്നെയാണ് പ്രകൃതിയിലും നടക്കുന്നത്. പ്രകൃതിയില് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അത് കഴിയുമ്പോൾ നിലനിൽപ്പിനായുള്ള സമരം, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതിന് പരിഹാരമായിട്ട് പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രകൃതി ചെയ്യുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ, ചെയ്തു പോകുന്നതാണ്. എന്താണ് അതിന്റെ അടിസ്ഥാനം? എന്ത് അടിസ്ഥാനത്തിലാണ് പ്രകൃതി തെരഞ്ഞെടുക്കുന്നത്? ആ സാഹചര്യത്തിൽ ജീവിക്കാൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ജീവികളാണ് അടുത്ത തലമുറയിൽ വരുന്നത്. അല്ലാതെ എല്ലാം ചത്തുകെട്ട് പോകും. വെൽ അഡാപ്റ്റഡ്, അനുകൂലനങ്ങളുണ്ട്. ഇപ്പൊ വെള്ളത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം അനുകൂലനങ്ങളുണ്ട്. അനുകൂലനങ്ങളിലാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഗിൽസ് വേണം, വെള്ളത്തിൽ നിന്ന് ബ്രീത്ത് ചെയ്യണം, അല്ലേ? നമ്മുടെ ലങ്സും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മുങ്ങി മരിച്ചു പോകും. കാരണം നമ്മുടെ ലങ്സ് എന്തിന് സ്യൂട്ടബിൾ ആണ്? അന്തരീക്ഷ വായുവിൽ നിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയൂ. അപ്പൊ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അനുകൂലനങ്ങൾ ആവശ്യമാണ്, അഡാപ്റ്റേഷൻസ്. അപ്പൊ വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ളവയാണ് പ്രകൃതി തിരഞ്ഞെടുക്കുന്നത്. അതിന് ഒരു വലിയ ഉദാഹരണം, അതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? പരിണാമത്തിന്റെ ഉദാഹരണമായിട്ട് കണക്കാക്കാൻ പറ്റും. ആഫ്രിക്കയിലെ മലേറിയ ഉള്ള റീജിയൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിലുമുണ്ട്. ചിലയിടത്ത് പ്രിവാലന്റ് ആയിട്ട് മലേറിയ ഉള്ള പ്രദേശങ്ങളിൽ മാത്രം നിങ്ങൾ സിക്കിൾ സെൽ അനീമിയ എന്നൊരു അസുഖം കേട്ടിട്ടുണ്ട്. അരിവാൾ രോഗം എന്ന് പറയും മലയാളത്തിൽ. എന്താ സിക്കിൾ സെൽ അനീമിയ? നമ്മുടെ ചുവന്ന രക്താണുക്കള് അങ്ങ് വളഞ്ഞു പോകും. അതൊരു ജനറ്റിക് ഡിസീസാണ്, ഒരു ജനിതക വൈകല്യമാണ്. അപ്പൊ നമ്മുടെ ചുവന്ന രക്താണുക്കള് അത് സാധാരണ 120 ദിവസം, അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട് നമ്മുടെ ചുവന്ന രക്താണുക്കൾ. അല്ലാതെ ഒത്തിരി ആജീവനാന്തം നിൽക്കുന്ന സാധനം അല്ല ചുവന്ന രക്താണു എന്ന് പറയുന്നത്. അപ്പൊ അതിനേക്കാൾ ലൈഫ് സ്പാൻ, അതിന്റെ ജീവിത ദൈർഘ്യം കുറവായിരിക്കും ഈ അരിവാൾ രോഗമുള്ളവരുടെ വളഞ്ഞു പോകുന്ന ചുവന്ന രക്താണു. അപ്പൊ നമ്മുടെ ഈ മലേറിയൽ പ്ലാസ്മോഡിയത്തിന് അതിന്റെ ജീവിത ചക്രം പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ ബ്ലഡ് സെല്ലിനകത്ത്, അതാണ് നമുക്കറിയാം മലേറിയ വന്നവർക്ക് കിടുങ്ങലും പനിയും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ. ഭയങ്കര ടെമ്പറേച്ചർ വരും. ഭയങ്കര ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തണുത്ത് വിറയ്ക്കും. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ ഇത് ഓരോ സമയത്തും നമ്മുടെ ബ്ലഡ് സെല്ലിനകത്ത് അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കിയിട്ട് അത് പൊട്ടുന്ന സമയത്താണ് അതിന്റെ ചില്ലിങ് കോൾഡായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സൈക്കിള്, പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ സിക്കിൾ സെൽ അനീമിയ പേഷ്യന്റിന്റെ ശരീരത്തിൽ പ്ലാസ്മോഡിയത്തിന് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്മോഡിയത്തിന് ഈ ആളുകളിൽ മലേറിയ പകർത്താൻ സാധിക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മലേറിയ പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിൽ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. സിക്കിൾ സെൽ അനീമിയ ഒരു നല്ല കാര്യമല്ല. അരിവാൾ രോഗം എന്ന് പറയുന്നത് ആ രോഗി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ ചില സമയം അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇവരുടെ പോപ്പുലേഷൻ, ആ പ്രദേശത്ത് സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളുകളുടെ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും. അത് ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്, പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ഇങ്ങനെ ഓരോ കാര്യത്തിലും പ്രകൃതിയുടെ ഇടപെടല്. അപ്പൊ ഇത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ്, പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡാർവിന്റെ കുരുവികളാണ്, ഡാർവിൻ സ്പിഞ്ചസ്. അപ്പൊ ഡാർവിൻ ഗാലപാഗോസ് ഐലൻഡിന്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് ദ്വീപുകളിൽ പോയി അവിടെ നിന്നൊക്കെ സ്പെസിമെൻസ് കളക്ട് ചെയ്തു. അപ്പൊ ഡാർവിൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഈ കുരുവികളെല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവരുടെ ചുണ്ട് മാത്രം വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാരണം കൊണ്ടാണ്, കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു, അതായത് ഓരോരുത്തർക്കും അവിടുത്തെ ഫുഡിന്റെ അവൈലബിലിറ്റി എന്താണ്, സീഡ്സ് ആണോ, ഫ്രൂട്ട്സ് ആണോ, നട്ട്സ് ആണോ, എന്താണ് അവൈലബിൾ, അപ്പൊ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് അവരുടെ വെയ്ക്ക് മോഡിഫൈ ചെയ്തു വരും. അപ്പൊ അത്തരം ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഡാർവിൻ അങ്ങനെ ഒരു സിദ്ധാന്തത്തിലേക്ക്, പിന്നീട് അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളും അങ്ങനെ ഒരുപാട് തെളിവുകളും എല്ലാം സ്വാംശീകരിച്ചു. നമുക്ക് അതിശയപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് എഴുതി തുടങ്ങാൻ 9 വർഷം എടുത്തു, പിന്നീട് 15 വർഷം എടുത്തു അതൊരു പുസ്തക രൂപത്തിലാക്കാൻ. അപ്പൊ അതിനിടയിൽ അദ്ദേഹം ഒരുപാട് പ്രബന്ധങ്ങൾ മറ്റു പല വിഷയങ്ങളെ കുറിച്ചും പ്രസിദ്ധീകരിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതായത് ഒറിജിൻ ഓഫ് സ്പീഷീസ് ത്രൂ നാച്ചുറൽ സെലക്ഷൻ തന്നെയായിരുന്നു. പിന്നെ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ അതിന്റെ കാര്യകാരണങ്ങൾ, വൈകി പോകാൻ കാരണം. ഇതുകൂടാതെ നമുക്ക് ഒരുപാട് തെളിവുകൾ ഇന്ന് ഡാർവിന് ശേഷം, അവരൊക്കെ ഇരുട്ടിൽ തപ്പി മുന്നിലേക്ക് വന്നവരാണ്. ഡാർവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്ന ഗ്രിഗർ ജോൺ മെൻഡൽ, അദ്ദേഹം ഒരു ഓസ്ട്രിയൻ പുരോഹിതനായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മൊണാസ്ട്രി, അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ വളപ്പിൽ അദ്ദേഹം കുറെ പയർ ചെടികൾ, വളരെ ഷോർട്ട് ലൈഫ് സ്പാനുള്ള പയർ ചെടികൾ നടത്തിയ എക്സ്പെരിമെന്റും, അതിലൂടെ ഇന്ന് ലോകം മുഴുവൻ നെഞ്ചേറ്റി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ തത്വസംഹിതകൾ, ജനറ്റിക് പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം കണ്ടെത്തിയത്. അതന്ന് ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അന്ന് ഡാർവിൻ ഇത് കണ്ടിരുന്നെങ്കിൽ, ഡാർവിൻ ഇത് കണ്ടില്ല. പക്ഷെ ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളായി പിന്നീട് അത് മാറി. അതും ഒരു പാവത്താനായിരുന്നു നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹം ഇത് ആരും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം എവിടെ ചവറ്റുകോട്ടയിൽ കിടന്നത് 1900 പിന്നെ ഇത് റീഡിസ്കവർ ചെയ്തു. അതൊക്കെ നമുക്കറിയാം. അപ്പോ പിന്നീട് ഈ രണ്ട് സിദ്ധാന്തങ്ങളും, അതായത് പരിണാമ സിദ്ധാന്തവും ഡാർവിന്റെ ജനറ്റിക്സും കൂടെ ചേർന്ന് ഒരുപാട് ശാസ്ത്രശാഖകൾക്ക് ഉയർന്നു വരാനുള്ള കാരണമായി. അതിനെ തുടർന്നാണ് നമ്മുടെ DNA സ്ട്രക്ചർ. ഇന്ന് നമുക്കറിയാം ചിമ്പൻസിയും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ, അതായത് ആൾക്കുരങ്ങിൽ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. ചിമ്പൻസി പരിണമിച്ചല്ല മനുഷ്യനുണ്ടായത്. ചിമ്പൻസിയും മനുഷ്യനും ഒരു പൊതു പിതാമഹനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ്. അപ്പൊ ഇതൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഡാർവിൻ പറഞ്ഞു തന്നു. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ട് ഇന്ന് നിൽക്കുന്നത് DNA ആണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനിതക സംയുക്തം എന്ന് പറയുന്നത് ഡബിൾ ഹെലിക് സ്ട്രക്ചർ ഓഫ് DNA ആണ്. അപ്പൊ ഈ DNA കണ്ടുപിടിച്ച ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്തൊരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡാർവിനും ആൽഫ്രഡ് റസൽ വാലസും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് വളരെ അഭിലഷണീയമായ ഒരു മാതൃകയാണ്. ഒരിക്കൽ പോലും അവര് എന്റെയാണെന്ന് പറഞ്ഞ് തമ്മിലടിച്ചില്ലെന്ന് മാത്രമല്ല, വാലസ് ഡാർവിനിസം എന്നൊരു പുസ്തകം തന്നെ എഴുതിക്കൊണ്ട് താൻ കൂടി അവകാശപ്പെട്ട സിദ്ധാന്തത്തെ ഡാർവിന് വിട്ടുകൊടുക്കുകയായിരുന്നു. അത് വാലസിന്റെ 2013 വാലസിന്റെ ഇയറായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവർ വാലസിനെ ആദരിക്കുകയും ഡാർവിന്റെ പ്രതിഭയ്ക്കൊപ്പം വാലസിന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുകയും അതിന്റെ പ്രൂഫ് BBC-യിലും ഓൺലൈനായിട്ടും അതെല്ലാം പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. വാലസ് 100 പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, DNA കണ്ടുപിടുത്തത്തിന് കാരണമായത്
റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ ഈ അടുത്ത സമയത്ത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? DNA കണ്ടുപിടുത്തം നമുക്കറിയാം വാട്സൺ ആൻഡ് ക്രിക്ക് മോഡലാണ്. വാട്സണും ക്രിക്കും ചേർന്ന് കണ്ടുപിടിച്ചു. ക്രിക്ക് അടുത്ത കാലത്താണ്, വാട്സൺ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അപ്പോ ഈ രണ്ട് ശാസ്ത്രജ്ഞരും വലിയ മികച്ച ശാസ്ത്രജ്ഞരെന്ന് പറഞ്ഞ് നമ്മൾ കൊട്ടിഘോഷിക്കുന്നു. ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ ഇരുട്ടിൽ തപ്പി തപ്പി വരുമ്പോ ഒരു പ്രോബ്ലം ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്, ഏതോ ഒരു മോളിക്യൂൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കോശത്തിലുണ്ട്. അത് തനിയെ വിഭജിച്ച് പോകുന്നു. അതുകൊണ്ടാണ് ജീവികളിൽ ഈ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ അടിസ്ഥാനം അതാണെന്ന് കണ്ടു കഴിയുമ്പോൾ നിരവധി പരീക്ഷണശാലകളിൽ ഒരേ പരീക്ഷണം തന്നെ അവർ നടത്തും. ഇതൊരു മത്സര ഓട്ടം പോലെയാണ്. ആരാണ് ആദ്യം അത് കണ്ടെത്തുന്നത്? ആ മത്സരത്തിലാണ്. ആ മത്സരത്തിനിടയിൽ പല പരീക്ഷണശാലകളിലും ഈ പരീക്ഷണം നടക്കുകയായിരുന്നു. അപ്പൊ നമ്മളെന്നല്ല, അന്നുണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല. ഇതിന് നമുക്കറിയാം ഒരു പരീക്ഷണം വിജയിച്ചു, അത് പ്രൂവ് ചെയ്തു കഴിയുമ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് അത് നൊബേൽ സമ്മാനം പോലുള്ള വലിയ പുരസ്കാരത്തിന് അർഹമാകുന്നത്. ഇപ്പൊ വാട്സണും ക്രിക്കും ചെയ്തിരുന്ന പരീക്ഷണശാലയിൽ അല്ലാതെ മറ്റൊരു പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന വിൽക്കിൻസ് എന്നൊരാൾക്ക് കൂടെ ചേർത്താണ് അതിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. പക്ഷെ ആ സമയത്തൊന്നും ആർക്കും അറിയത്തില്ല വിൽക്കിൻസിന് എന്തൊരു കള്ളത്തരം ഉണ്ടായിരുന്നു. അപ്പൊ വിൽക്കിൻസിനൊപ്പം റിസർച്ച് ചെയ്തിരുന്ന റോസലിൻ ഫ്രാങ്ക്ലിൻ, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫിയിലൂടെ റോസലിൻ ഫ്രാങ്ക്ലിൻ കുറെ ചിത്രങ്ങൾ എടുത്തിരുന്നു. നമുക്കറിയാം എക്സ്റേ വളരെ അപകടകാരിയാണ്. ആ പരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ റോസലിൻ ഫ്രാങ്ക്ലിൻ വളരെ നേരത്തെ മരിച്ചുപോയി. പ്രായത്തിന്റെ 30കളിൽ റോസലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു. റോസലിൻ ഫ്രാങ്ക്ലിൻ ഒരിക്കലും അറിഞ്ഞില്ല എന്റെ ഫോട്ടോസ് തട്ടിയെടുത്തിട്ടാണ് വാട്സണും ക്രിക്കും ഈ സമ്മാനം നേടിയതെന്ന്. അപ്പൊ ഒരു ചരിത്രം അത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പിന്നീട് റോസലിൻ ഫ്രാങ്ക്ലിന്റെ ഫാമിലിക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. വാട്സൺ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞ് റോസലിൻ ഫ്രാങ്ക്ലിൻ മരിക്കുന്നവരെ ഈ രണ്ട് വ്യക്തികളും ഫ്രാങ്ക്ലിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് നന്നായി റോസലിൻ ഫ്രാങ്ക്ലിൻ അത് അറിയാതിരുന്നു. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് എവിഡൻസ് നമുക്കുണ്ട്. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന പ്ലാന്റ്സും ആനിമൽസും എല്ലാം എവിടെയെങ്കിലുമൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ ട്രാപ്പിലായി ഒരു ചേഞ്ചും വരാതെ അത് പിന്നീട് മിനറലൈസേഷൻ ഒക്കെ നടന്ന് എക്സാക്റ്റ് ആയിട്ട് ആ ജീവിയുടെ ഒരു രൂപം നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ, ജീവിയാകാം സസ്യങ്ങളും ഒക്കെ അങ്ങനെ പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത്. ഈ ഫോസിൽ എങ്ങനെയാണ് പരിണാമത്തിന്റെ എവിഡൻസ് ആകുന്നത്? ഈ ഫോസിലുകൾ നമ്മള് മണ്ണ് സെഡിമെന്റ് പരിശോധിക്കുമ്പോൾ നമുക്കിന്ന് ജിയോളജിക് ടൈം സ്കെയിൽ എന്ന് കേട്ടിട്ടില്ലേ? ഭൂമിയുടെ പ്രായം അളക്കാൻ പറ്റും. ഭൂമിയുടെ നമുക്കൊരു മൺതരി കിട്ടിയാൽ ഇത് എത്ര കാലത്തിന് മുൻപ് ഒരു പാറയിൽ നിന്ന് പൊടിഞ്ഞ് ഇത് മണ്ണായി മാറി, ഇത് സെഡിമെന്റ് ആയി മാറി എന്ന് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പ്രായം അളക്കാൻ പറ്റും. അപ്പോ നമുക്ക് ഭൂമി ഉണ്ടായ കാലത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ സ്റ്റോറിയാണ്. 20 ബില്യൺ ആണ് അതിന്റെ പ്രായം. അപ്പൊ ഈ കാലഘട്ടത്തിൽ അതിനുശേഷം 4.5 ബില്യൺ ആണ് നമ്മുടെ ഭൂമി ഉണ്ടായതിനു ശേഷം. 4.5 ബില്യൺ കഴിഞ്ഞു. അതിലൊരു 500, അതായത് 0.5 ശേഷമാണ് അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നീട് ഇങ്ങോട്ടുള്ള സെഡിമെന്ററി റോക്കുകൾ, സെഡിമെന്റ് പരിശോധിക്കുമ്പോൾ പലയിടത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഫോസിലുകൾ ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ഫോസിലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉരകങ്ങളിൽ നിന്ന് പരിണമിച്ചാണ് പക്ഷികൾ ഉണ്ടായത്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ഒരു ഫോസിൽ. ഇതിന് നമുക്കറിയാം ഉരകങ്ങൾക്ക് പല്ലുണ്ട്, പക്ഷികൾക്ക് പല്ലില്ല. എന്നാൽ ആർക്കിയോപ്റ്റെറിക്സിന് പല്ലുണ്ട്, ഉരകങ്ങൾക്ക് ടെയിൽ, അതുപോലെ അതുപോലുള്ള ഉരകങ്ങൾക്കും ഇവർക്ക് ചിറകുണ്ട്, ഉരകങ്ങൾക്ക് ചിറകില്ല.
അപ്പോൾ ഡിനോസർ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയായിരുന്നു. അപ്പൊ ഈ രണ്ട് ഗുണങ്ങളും കാണിക്കുന്നുണ്ട്. ബേർഡ്സിന്റെ ക്വാളിറ്റീസും ഉണ്ട്, റെപ്റ്റൈൽസിന്റെ അതായത് ഉരകങ്ങളുടെ ക്വാളിറ്റീസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ആർക്കിയോപ്റ്ററിക്സ് സ്വയം വിളിച്ചു പറയുന്ന ഒരു വലിയ എവിഡൻസ് ആണ് എവല്യൂഷൻ. അപ്പൊ ജീവശാസ്ത്രത്തിൽ മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ്? മനുഷ്യന് ഒരു പ്രത്യേക സ്ഥാനമാണ് നമ്മളെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? മനുഷ്യന് ഒരു പ്രത്യേക സ്ഥാനമാണെങ്കിൽ മറ്റതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കണ്ടേ? എവിടെയാണ് നമ്മുടെ സ്ഥാനം? ആനിമൽ കിങ്ഡത്തിലാണ്, ജന്തു ലോകത്തിലാണ് മനുഷ്യന്റെ സ്ഥാനം, അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോ ഇത് അത് മൃഗീയമായ വാസനകളുണ്ട് മനുഷ്യന്. മൃഗത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്താൻ പറ്റില്ല മനുഷ്യന്. പരിണാമം എന്നത് സിദ്ധാന്തത്തിനപ്പുറം പ്രകൃതി നിയമമാണ്. മാറ്റങ്ങൾ എന്ന ചെറിയ ചുവടുകളിലൂടെ പ്രകൃതി നടത്തുന്ന വലിയ യാത്രയുടെ പേരാണ് പരിണാമം. മനുഷ്യായുസിനേക്കാൾ 10 മടങ്ങ് പതിഞ്ഞ താളത്തിലുള്ള പ്രകൃതിയുടെ പ്രയാണം തിരിച്ചറിയാൻ ഒരു മനുഷ്യായുസ് തുലവും തുച്ഛമാണ്. പക്ഷെ അവന് ചുറ്റും എണ്ണിയാൽ തീരാത്ത തെളിവുകൾ നിരന്നു കിടക്കുന്നു. നമ്മുടെ ഡാർവിൻ നേരത്തെ പറഞ്ഞു പേടിച്ചിരിക്കുകയായിരുന്നു, എന്തോ ആയി തീരുമെന്ന് അറിയത്തില്ല. 1859 ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 71 ആയപ്പോഴത്തേനും മിടുക്കനായി പോയി. അത് ആദ്യമൊന്നും മനുഷ്യന്റെ കാര്യം പറയുന്നില്ല. മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ പ്രശ്നമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് എങ്ങും തൊടാതെ പാവപ്പെട്ട കുഞ്ഞു കുഞ്ഞു ജീവികളുടെയൊക്കെ കാര്യം പറഞ്ഞു. ഡിസെന്റ് ഓഫ് മാൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഒറിജിൻ ഓഫ് സ്പീഷീസ് വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കണം ഈ വിഷയത്തിലേക്ക് എടുത്തിയാടാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായെന്ന് വേണം കരുതാം. ജന്തുലോകവുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കണ്ണിയും കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ആൾക്കുരങ്ങുകളാണ് മനുഷ്യന്റെ ഏറ്റവും അടുത്ത ജന്തുവിഭാഗം. പഞ്ചേന്ദ്രിയങ്ങളും ശരീരഘടനയും എല്ലാം ഇരു വിഭാഗങ്ങളിലും അനിതര സാധാരണമായ സാദൃശ്യം പുലർത്തുന്നു. ഇരുകൂട്ടരെയും ബാധിക്കുന്ന രോഗങ്ങളില് വൈകാരിക അവസ്ഥകളിൽ പോലും സാദൃശ്യം കാണാൻ കഴിയും. മനുഷ്യർ കാണുന്ന പോലെ ദുഃഖവും സന്തോഷവും വിരസതയും എല്ലാം ആൾക്കുരങ്ങുകളിലും ഏതാണ്ട് സമാന രീതിയിൽ കാണും. ഭ്രൂണ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. നാൽക്കാലിയായിരുന്ന പൂർവികന് സമാനമായി വാലുള്ള ഒരു ഘട്ടവും ഭ്രൂണത്തിലുണ്ട് മനുഷ്യന്. അപ്പൊ ഈ നമ്മൾ ഓരോ ഹൈറാർക്കി നോക്കുമ്പോൾ, ഉയർന്ന പടവിൽ എത്തുമ്പോൾ അതിന്റെ ഭ്രൂണം നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏത് വഴിയാണ് ഇവൻ വന്നതെന്ന്. അതാണ് ഭ്രൂണശാസ്ത്രത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഭ്രൂണം, മനുഷ്യ ഭ്രൂണം, അത് കടന്നു വന്ന എല്ലാ ലെവൽസും അതിന്റെ ഭ്രൂണാവസ്ഥയിൽ കടന്നു പോകുന്നു. അപ്പൊ വാലുള്ള ഒരു അവസ്ഥയുമുണ്ട്. അതിന്റെ ഒരു റുഡിമെന്ററി വെസ്റ്റീജിയൽ ആയിട്ടുള്ള ഒരു വാലുള്ള ഒരു സ്റ്റേജും മനുഷ്യന് ഉണ്ട്. അപ്പോ എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയിലും മനുഷ്യന്റെ തൊട്ട് താഴെയാണ് ആൾക്കുരങ്ങ്. ഈ സമാനതകളെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം മനുഷ്യൻ ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നല്ല. ഒരിക്കൽ നാൽക്കാലിയിൽ നടന്നിരുന്ന ഒരേ പൂർവികനിൽ നിന്ന് 2 ശാഖകളായി പരിണമിച്ചുണ്ടായതാണ് ആൾക്കുരങ്ങും മനുഷ്യനും. അപ്പോ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എല്ലാത്തിനും ഉത്തരം തരണം. ഡാർവിൻ ജീവോൽപത്തിയെ കുറിച്ച് ഡാർവിൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ജീവപരിണാമത്തെ കുറിച്ചാണ് ഡാർവിൻ പറഞ്ഞത്, ജീവോൽപത്തിയെ കുറിച്ച് പറഞ്ഞില്ല. ഒരാൾ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് നാട്ടിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾ വിശദീകരിക്കണമെന്ന് നമ്മൾ വാശി പിടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പരിണാമശാസ്ത്രവും ജനിതക ശാസ്ത്രവും ചേർന്ന് വഴിതെളിച്ച നിരവധി ശാസ്ത്രശാഖകൾ ഇന്ന് ആരോഗ്യ മേഖലയിലുമൊക്കെ നമുക്ക് അവിശ്വസനീയമായ വലിയ നേട്ടങ്ങൾ, ചികിത്സാ രംഗത്തൊക്കെ ഇപ്പൊ നമ്മൾ സ്റ്റെം സെൽ തെറാപ്പിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പറയാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. നിരവധി ശാസ്ത്രശാഖകൾ ഇന്ന് ശാസ്ത്രീയ നേട്ടങ്ങളിലൂടെ ജൈത്രയാത്ര നടത്തുകയാണ്. എങ്കിലും 1859 തുടങ്ങിയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഇന്നത്തെ എൻ്റെ ഈ ടോക്ക് തന്നെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സമ്മേളനത്തിലെ മുഖ്യ അജണ്ടയായിട്ട് പരിണാമ സിദ്ധാന്തവും വെല്ലുവിളികളും എന്ന ടോപ്പിക് നമ്മൾ തെരഞ്ഞെടുത്തത് തന്നെ. അപ്പോൾ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഇന്നും പാശ്ചാത്യ രാജ്യങ്ങളിലെ പല സ്കൂളുകളിലും നിരോധിച്ചിരിക്കുന്ന വിഷയമാണ് പരിണാമ സിദ്ധാന്തം സിലബസിൽ നിന്ന്.